ക്ഷേത്രത്തിൽ പോയി തീർത്ഥമൊക്കെ വാങ്ങാറുണ്ടോ എല്ലാവരും? എങ്ങനെ വാങ്ങും? ഇങ്ങനെ വാങ്ങിയിട്ട് ഒരു ശബ്ദമൊക്കെ കേൾപ്പിച്ച് കുടിച്ചിട്ട്? ഇല്ല, അങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ പെരുമ്പാവൂര് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭക്തരാണ്, അങ്ങനെ ചെയ്യില്ല. ബാലൻസ് വരുന്ന തീർത്ഥം പുറകെ നിൽക്കുന്ന ആളുടെ അല്ല, തലയുടെ പുറകിൽ. ഓക്കെ. അപ്പോൾ തീർത്ഥം വാങ്ങേണ്ടതേ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ വിരൽ ചൂണ്ടി സംസാരിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ടീച്ചറെ, എനിക്കൊരു സംശയമുണ്ട്. അച്ഛാ, എനിക്കൊരു 1000 രൂപ വേണം. അമ്മേ, ഭക്ഷണം റെഡിയായോ? അല്ലെങ്കിൽ പൂജാരിയുടെ എനിക്കൊരു പുഷ്പാഞ്ജലി വേണം. ഇങ്ങനെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? അപ്പോൾ ഈ വിരലിന് എന്തോ ഒരു കുഴപ്പമില്ലേ? അപ്പോൾ ഇത് അഹങ്കാരമാണ്, ഇത് ബ്രഹ്മമാണ് അല്ലേ? അഹങ്കാരത്തെ ബ്രഹ്മത്തിൻ്റെ കീഴിലേക്ക് ആക്കുക. എന്നിട്ട് ഇങ്ങനെ തീർത്ഥം വാങ്ങുക. ആ കൈക്കുമ്പിളിൽ നാക്ക് മുട്ടുന്നത് കൊണ്ട് ചുണ്ടിൽ തൊട്ടാൽ എച്ചിലാകും. നമുക്ക് തീർത്ഥം കുടിച്ചതിന് ശേഷം ഇനി ചന്ദനം വാങ്ങാനുണ്ട്, അത് തൊടണം. ശേഷം ദേവനെ തൊഴാനുണ്ട്, ചിലപ്പോൾ ആചാര്യനെ നമസ്കരിക്കാനുണ്ട്. അപ്പോൾ അശുദ്ധമായ കൈകൾ കൊണ്ട് പാടില്ലല്ലോ. അപ്പോൾ തീർത്ഥം ഇങ്ങനെ വാങ്ങി കൈക്കുമ്പിളിലൂടെയാണ് കുടിക്കേണ്ടത്. ചുണ്ടിൽ തൊടാതെ കൈക്കുമ്പിളിലൂടെ കുടിച്ചിട്ട് ബാലൻസ് വരുന്നത് നിങ്ങളുടെ മുടി ചുറ്റി വെക്കുന്ന ശിഖയിൽ തളിക്കണമെന്നാണ് പറയണത്.